ഇഫ്താറിന് നല്ലൊരു ക്രീമി സമൂസ തയ്യാറാക്കിയാലോ? സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സമൂസ തയ്യാറാക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ്റെ ഫില്ല് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒന്ന് വേവിച്ചെടുക്കുക. കുരുമുളക് പൊടി, ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് ആക്കേണ്ട, ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് ഓയിലിൽ വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദയും ആവശ്യത്തിന് പാലും ഒരു 1/4 കപ്പ് മതി ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അതാണ് സോസ്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിങ് കേട്ടോ. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി മൈദയും വെള്ളം കൂടി വേറൊരു ബൗളിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കുക. നമുക്ക് സീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ സമൂസ ഷീറ്റ്സ് ഇതുപോലെ വെച്ചിട്ട് അതിനകത്ത് ഫില്ലിങ് വെക്കുക. ഫില്ലിങ് കുറച്ച് മാത്രം വെച്ചാൽ മതി. ഒരു ചീസിൻ്റെ സ്ലൈസിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ചീസ് നിർബന്ധമില്ല, വേണ്ടവർക്ക് വെക്കാം, വേണ്ടാത്തവർക്ക് വെക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഓരോ ഭാഗവും മൈദേൻ്റെ പേസ്റ്റ് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് സ്ട്രക്ചർ കിട്ടും. എന്നിട്ട് ഓയിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ഇല്ല, ഡീപ്പ് ഫ്രൈ ഇല്ല, ആ രീതിയിൽ 2 വശവും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി, നല്ല ക്രീമി ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസയായിട്ടോ. ട്രൈ ചെയ്യുക.